അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്, അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്, അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചാണ്. പടച്ചറബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ പൊന്നുമക്കൾ, നമ്മുടെ ഉറ്റവർ എല്ലാവരെയും പടച്ചറബ്ബ് കാത്തുരക്ഷിക്കട്ടെ. നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും ഒക്കെ പടച്ചറബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം പല രീതിയിൽ, പല കോലത്തിൽ, പല സമയത്തിലാവാം. പടച്ചറബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കുവാൻ പോകുന്നത്, അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന 6 അടയാളങ്ങൾ. അതിൽ ഒന്നാമതായി പറയുന്നത് ഹൃദയ തകർച്ചയെക്കുറിച്ചാണ്. പല സമയത്ത്, പല കോലത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഹൃദയ തകർച്ച നമുക്ക് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബ ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിലൂടെയോ കുടുംബ പ്രശ്നം നമുക്ക് കിട്ടുന്ന ഒരു പരീക്ഷണമായി കണ്ടാൽ മതി. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം, ഒരിക്കലും തെറ്റി നിൽക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ പരീക്ഷണമാണ് കുടുംബ പ്രശ്നം. അത് എപ്പോഴും എങ്ങനെയും കടന്നു വരാം. എത്ര ഐക്യമുള്ള കുടുംബമാണെങ്കിലും, എത്ര നല്ല രീതിയിൽ പോകുന്ന, നല്ല സ്നേഹത്തിൽ പോകുന്ന കുടുംബമാണെങ്കിലും കുടുംബ പ്രശ്നം ചിലപ്പോൾ അവരിലേക്ക് കടന്നു വന്നേക്കാം. അതുകൊണ്ട് സൂക്ഷിക്കുക. തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിണ്ടാൻ ശ്രമിക്കുക. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ പടച്ചറബ്ബ് പരിഹരിച്ചു കൊടുക്കട്ടെ. അവരുടെ എല്ലാവരുടെയും ബിസിനസ്സിൽ, കച്ചവടത്തിൽ അവർ എന്താണോ അവരുടെ സംരംഭം, അതിലെല്ലാം പടച്ചറബ്ബ് വിജയം നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് പരീക്ഷണം? ലക്ഷ്യങ്ങൾ നേരിടുന്നതിലുള്ള ഒരു പരാജയം. ഇനി അടുത്തതായിട്ട് പറയുന്നത് സാമ്പത്തിക പ്രശ്നം എന്നുള്ളതാണ്. പല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ സാമ്പത്തിക പ്രശ്നം എന്നുള്ളതും ഒരു പരീക്ഷണമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ക്ഷമ പരീക്ഷിക്കുക എന്നുള്ളതാണ്. പല രീതിയിൽ നമ്മുടെ ക്ഷമ പരീക്ഷിച്ചേക്കാം. ക്ഷമ ഈമാനിൻ്റെ പാതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ക്ഷമ, ഇത് ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.